ഇപ്പോൾ ആദിത്യൻ ലക്ഷ്മി ശ്രീദേവി നായർ എന്ന് പറയുന്ന വ്യക്തികൾ ഇപ്പോഴേ തലപൊക്കിയായി. കൊല്ലം ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞപ്പം ഒരു വിവരവും ഇല്ലാത്ത ബിജു എന്ന് പറഞ്ഞൊരു CI, ഒരു വിവരവും ഇല്ല, വിദ്യാഭ്യാസം ഇല്ല അയാൾ ഈ കാര്യങ്ങൾ കേട്ടിട്ട് എന്നെ ജയിലിന് പണം ഇല്ലയോ. ഒരു മനുഷ്യന്റെ ഒരു കാലഘട്ടത്തിൽ പണം ഉള്ളവരാവാം, മറ്റൊരു കാലത്തിൽ പണം ഇല്ലാതാവാം, തിരിച്ചും വരാം. കാര്യങ്ങൾ ഒരാൾ പറയുമ്പം അയാളെ ഒന്ന് കാണുമ്പോൾ ആ സ്റ്റേഷനിലുള്ള മുഴുവൻ പോലീസുകാർക്കും എന്നെ അറിയാം. അവരെല്ലാവരും പറയുന്നത് പോലും ജയന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു CA പറഞ്ഞാൽ അവിടെ എന്നെ വഴക്ക് അനാവശ്യം പറഞ്ഞു, മനസ്സിലായില്ലേ? കുറേ അനാവശ്യമൊക്കെ പറഞ്ഞു വിട്ടു. ഞാൻ ഫേസ്ബുക്കിൽ അപ്പോഴേ കയറ്റി. അത് കഴിഞ്ഞ് പുള്ളി എന്നെക്കുറിച്ച് അങ്ങ് അന്വേഷണം നടത്തി. ഇവനെ വിടാൻ പാടില്ല, ഇവനെക്കുറിച്ച് അന്വേഷിക്കണം ഞാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പം അവർ പറഞ്ഞു കിട്ടിയത് മൊത്തം ജയന്റെ മകൻ എന്നാണ്. ഇവർ അന്വേഷിച്ച ആളുകൾ മൊത്തം എൻ്റെ അച്ഛൻ്റെ വീട്ടിനടുത്തും എനിക്കറിയുന്ന എൻ്റെ കൂട്ടുകാരുടെ ഇല്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് അറിയുന്ന കുഞ്ഞിലെ പോലെ നിന്നെ ഞങ്ങൾ ജയന്റെ മകൻ എന്ന് കേട്ടത് ഞങ്ങളവിടെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വിവരാവകാശം തരാൻ പറഞ്ഞു. 2021 ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത അപേക്ഷ എന്നെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് എന്താണ് തരാൻ? അച്ഛൻ വീട്ടുകാർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് 25 ആയി, 4 വർഷമായി ഇന്നേ വരെ കൊല്ലം ശക്തികുളങ്ങരയിലെ പോലീസുകാർ എനിക്ക് വിവരാവകാശം തന്നിട്ടില്ല.